സാർ, ഈ കൂടിക്കാഴ്ചയ്ക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ? ഇല്ല, ഇതിനകത്ത് യാതൊരു രാഷ്ട്രീയ പ്രാധാന്യവും ഇല്ല. ഇന്ന് സമുദായ ആചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭന്റെ ചരമദിനമാണ്. ഞാൻ മിക്കവാറും ആ ചരമദിനത്തിൽ ഇവിടെ വരാറുള്ളതാണ്. അതുകൊണ്ട് വന്ന് പുഷ്പാർച്ചന നടത്തിയിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണ്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും ഇതിനകത്തില്ല. അല്ല, അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. ദേവലോകത്ത് ഞാൻ ഇന്നലെ പോകുന്നതല്ല. കോട്ടയത്ത് MP ആയിരിക്കുന്ന കാലം മുതൽ ദേവലോക അരമനയായിട്ടും ബാബാ തിരുമേനിമാരുമായിട്ടും നല്ല ബന്ധമാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാൻ കോട്ടയത്ത് വന്നപ്പം ആ ദേവലോകത്തൊന്ന് പോയി എന്നുള്ളതാണ്. NSSന് കൂടുതൽ അടുപ്പം LDF-നോടാണ്. അതെ, ഇന്നലെ ഒരാക്ഷേപമില്ല, അങ്ങനെ ആർക്കും ഒരാക്ഷേപമില്ല. ഇന്നലെ ഞാൻ പുതിയ യാത്രയിൽ ചങ്ങനാശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തത് ഞാനായിരുന്നു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കോട്ടയത്ത് വരെ പോയതാണ്. അതിനകത്ത് യാതൊരു വ്യത്യാസവും. NSSന് ഇതിലൊരു അകൽച്ചയുണ്ടോ UDF-നോട്? അല്ല, ഒരിക്കലുമല്ല. പൊതുയുഗ യാത്രയ്ക്ക് വൻപിച്ച പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ VD സതീശൻ നയിക്കുന്ന യാത്ര കേരളത്തെ ഇളക്കി മറിച്ചിരിക്കുകയാണ്. അത് കേരളത്തിലെ 10 വർഷത്തെ ഇടതുമുന്നണി ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരത്തിൻ്റെ വേലിയേറ്റമാണ് ഈ ജാഥയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജാഥ CPM ഭയക്കുന്നുണ്ട്, ഇടതുമുന്നണി ഭയക്കുന്നുണ്ട്. അവരുടെ 3 ജാഥകൾ വേണ്ടത്ര വിജയിച്ചില്ല എന്ന് CPI തന്നെ പറഞ്ഞു. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഞങ്ങളുടെ ജാഥ. ഇന്നലെ ചങ്ങനാശ്ശേരിയിലെ ജാഥയിൽ ഞാൻ പങ്കെടുത്തതാണ്. അപ്പോൾ തന്നെയല്ല, എനിക്ക് പോകാൻ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ജാഥ തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയായിട്ട് വേണം നമുക്ക് കാണാൻ. അല്ല, അത് ഇതുമായിട്ട് ബന്ധം. ഇന്ന് സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ ചരമദിനമാണ്. ചരമദിനത്തിൽ ഞാനിവിടെ പഠിക്കുന്ന കാലം മുതൽ, NSS കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ, ചങ്ങനാശ്ശേരി പഠിക്കുന്ന കാലം മുതൽ ഞാനിവിടെ വന്ന് പുഷ്പാർച്ചന നടത്താറുണ്ട്. അതിനകത്ത് ഒരു രാഷ്ട്രീയവും നിങ്ങൾ കാണേണ്ട കാര്യമില്ല. അല്ല, എനിക്ക് ഒരകൽച്ചയില്ല. ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പം അകൽച്ചയൊന്നുമില്ല.